കഴിഞ്ഞ 4 ദിവസമായിട്ട് നമ്മൾ കപ്പൽ യാത്രയിലാണ്. തായ്ലൻഡിലെ ഫുക്കറ്റിൽ നിന്ന് നമ്മൾ തിരികെ സിംഗപ്പൂരിലേക്ക് പോവുകയാണ്. ഇപ്പോൾ 5-ാം ദിവസമായിട്ടോ. അപ്പോൾ ഒരുപാട് പുതുമകൾ നിറഞ്ഞ കാഴ്ചകളിലൂടെയാണ് നമ്മൾ ഓരോ ദിനവും കടന്നുപോയത്. ഇനി അതിലും പുതുമയുള്ള ഒരു കാഴ്ചയാണ് ഇതാ നിങ്ങളിപ്പോൾ കാണുന്നത്. നടുക്കടലിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിൽ നിന്ന് ഇത്തരത്തിലൊരു കാഴ്ച പകർത്തുക. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, എങ്ങനെ സാധ്യമാവും എന്നുള്ളത്. ഇതിക്ക് മുമ്പുള്ള ഈ ഒരു കാഴ്ച നോക്കിയേ, ഇത് നമ്മൾ ഫുക്കറ്റിൽ നിന്ന് നമ്മൾ ഡ്രോൺ ഉപയോഗിച്ചെടുത്ത കാഴ്ചകളാണ്. എത്ര മനോഹരമാണല്ലേ കപ്പലിന്റെ കാഴ്ചകൾ. ഇത് കപ്പലിന്റെ പുറത്ത് നിന്ന് ഉള്ള കാഴ്ചകളാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് കപ്പലിന്റെ മുകളിൽ നിന്ന് കപ്പൽ കാണുന്ന കാഴ്ചയാണ് കേട്ടോ. ഇത് വളരെ അപൂർവമായിട്ടുള്ള കാഴ്ചകളിൽ ഒന്നാണ്. ഇതിന്റെ പേരാണ് നോർത്ത് സ്റ്റാർ. റോയൽ കരീബിയന്റെ ചില ഷിപ്പുകളിലുള്ള അപൂർവം കാഴ്ചകളിൽ ഒന്നാണിത്. ഒരു പ്രത്യേക ആക്ടിവിറ്റി തന്നെ. കണ്ടില്ലേ, കപ്പൽ നമുക്ക് 360 ഡിഗ്രിയിൽ കാണാൻ പറ്റും. അപ്പോൾ ക്യാമറ എടുത്ത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നവർക്ക് വളരെ പുതുമ നിറഞ്ഞ ഒരു അനുഭവം തന്നെ ആയിരിക്കും. ക്യാമറ ഇല്ലാതെ പോലും കയറി കണ്ടാൽ നമ്മളെ എന്താ പറയുക, മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തരുന്ന കാഴ്ചയാണത്. ക്യാമറയിലൂടെ പകർത്തി നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഇത് എത്രമാത്രം എഫക്റ്റീവ് ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് പകർത്തിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷവും വല്ലാത്തൊരു അതിശയമാണ് തോന്നിയത്. ഇത് കണ്ടില്ലേ കാഴ്ചകൾ. കപ്പൽ ഇങ്ങനെ സിംഗപ്പൂർ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുന്നു. നോർത്ത് സ്റ്റാർ എന്ന് പറഞ്ഞ ഈ ഒരു ക്രെയിൻ പോലെയുള്ള ഒരു റൗണ്ട് ട്യൂബാണത്. ഗ്ലാസ് കൊണ്ടുള്ള ഒരു റൂമിൽ നമ്മൾ അടച്ചിട്ടിട്ട് ക്രെയിൻ ഉയർത്തി അത് പൊക്കിയിട്ട് 360 ഡിഗ്രിയിൽ കറക്കിയാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലത്തെ ഒരു അനുഭവമാണ് നോർത്ത് സ്റ്റാർ നമുക്ക് തരിക. ഒരേ സമയം 14-16 പേർക്ക് നിൽക്കാവുന്ന അത്ര വലിപ്പമുള്ള ഒരു മുറിയുടെ അകത്താണ് നമ്മളിപ്പോൾ. ഇവിടെ നിന്നിട്ട് ഇതാ കപ്പലിന്റെ കാഴ്ചകൾ നേരെ മുകളിലേക്കും കപ്പലിന്റെ ഇരു സൈഡുകളിലേക്കും ഇത് പതുക്കെ പതുക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്തുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ചുറ്റും ഗ്ലാസ് ആയതിനാൽ ഗ്ലയറൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പക്ഷെ ഒരു 1.5 കാഴ്ചയാണ് കേട്ടോ. $40-45 ഇതിന് ചാർജ് ചെയ്യുന്നത്. ചില ദിവസങ്ങളിൽ ചില സമയങ്ങളിലൊക്കെ ഫ്രീ ആയിട്ട് ഉണ്ടാവാറുണ്ടെന്ന് പറയുന്നു. ഞാൻ എന്തായാലും പൈസ കൊടുത്തിട്ടാണ് കയറിയത്. എന്തായാലും കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇനി നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. ഒരുപാട് കാഴ്ചകളൊക്കെ കറങ്ങിക്കണ്ട് വീണ്ടും നമ്മളത് ഷിപ്പിലെ വിൻജാമ റെസ്റ്റോറൻറ്റിൽ തന്നെ ലഞ്ചിന് വേണ്ടി എത്തിയിരിക്കുകയാണ് കേട്ടോ. ഒരു രക്ഷയില്ല, നല്ല തിരക്കുണ്ട്. പക്ഷെ എത്ര പേര് വന്നാലും അത് വളരെ കംഫർട്ടബിളായിട്ട് ഡീൽ ചെയ്യാനുള്ള സൗകര്യങ്ങൾ കൂടി ഉണ്ട്. ഒരുപാട് വെറൈറ്റി ഐറ്റംസ്, സ്പെഷ്യലി ഇത് ഡെക്കൊക്കെ റോസ്റ്റ് ചെയ്തിട്ടുള്ള നോക്കി, താറാവ് സ്പെഷ്യലി ഗ്രില്ലൊക്കെ ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്ന കാഴ്ച. അതുപോലെ തന്നെ ഒരുപാട് ബീഫ് ഐറ്റംസ് ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, ബേക്കറി ഐറ്റംസ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. അതുപോലെ ഇന്ത്യൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇന്ത്യൻ ഫുഡ് തന്നെയുണ്ട്. ഒരു രക്ഷയില്ല. അപ്പോൾ എന്തുകൊണ്ടും നമ്മൾക്ക് ഒരു മടിയും കൂടാതെ തിരഞ്ഞെടുക്കാവുന്ന ഒന്നാണ് റോയൽ കരീബിയൻ്റെ ഷിപ്പുകൾ. അപ്പോൾ അത് ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവം തന്നെ ആയിരിക്കും. ഒരിക്കലെങ്കിലും നിങ്ങൾ യാത്ര ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള യാത്രകളും മറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഡയലോഗ് അടിച്ചേക്കുന്നില്ല, വിശക്കുന്നു. പോയിട്ട് അടുത്ത ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത കാഴ്ചകളിലേക്ക് പോകാം. സമയം ഇപ്പം 3:15, 3 മണി വരെയാണ് ലഞ്ച് ടൈം. പക്ഷേ 1.5 മണിക്കൂറൊന്നും കുഴപ്പമില്ല, ഇവർ സെറ്റ് ചെയ്ത് വെക്കും. യെസ്, നമുക്ക് വേണ്ട ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും ബുദ്ധിമുട്ടുണ്ടെന്ന് എഴുതി ഇഷ്ടം തോന്നിയ സംഭവങ്ങളൊക്കെ പറക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ എടുത്തേക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ചിക്കൻ കറി കുറച്ച് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് സാലഡ്, ബീഫ് വിത്ത് ബീൻസ് നമ്മൾ പറഞ്ഞ പ്രകാരം അവർ ഫ്രൈ ചെയ്ത് തന്നതാണ് കേട്ടോ. 2 പീസ് ബർഗർ എടുത്തിട്ടുണ്ട്, ഒരു അല്പം റൈസും ഒരു ചിക്കൻ ഫ്രൈയും ഇതാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു വെർജിൻ മൊജിറ്റോയും കൂടി എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മളുടെ ലഞ്ച് ഐറ്റംസ് കേട്ടോ. ഷിപ്പ് യാത്രയിൽ സ്വാഭാവികമായിട്ടും വെയിറ്റൊക്കെ കൂടും. ഒന്നാമത് തടിയുണ്ട്. ഇനി വീണ്ടും ഷിപ്പിൽ എല്ലാവരും വെയിറ്റ് കൂടാൻ സാധ്യതയാണ്. കാരണം എവിടെ തിരിഞ്ഞാലും ഭക്ഷണം, ഡ്രിങ്ക്സ് എല്ലാനും ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആൽക്കഹോൾ മാത്രം പ്രതീക്ഷിക്കത്തിട്ടാ. ജ്യൂസ് വേണോ, പെപ്സി വേണോ, കോള വേണോ, എനി കോക്ടെയിൽ, മോക്ടെയിൽസ്, എല്ലാ സംഭവബഹലമാണ്. എല്ലാവിടും റെസ്റ്റോറൻറ്റ്സും ആക്ടിവിറ്റീസും എല്ലാം ഉണ്ട്. സത്യം പറഞ്ഞാൽ ഒരു ഹണിമൂൺ മൂഡ് തന്നെ പറയാം. മീൻസ് എവിടെ ചെന്നാലും നമ്മൾ കല്യാണം കഴിഞ്ഞ് ആ ഹണിമൂൺ പീരീഡിൽ എവിടെ ചെന്നാലും ഭയങ്കര സൽക്കാരം ഇരിക്കില്ല. അതുപോലെയാണ് ഇവിടെ എവിടെ തിരിഞ്ഞാലും സൽക്കരിക്കുന്ന ആൾക്കാർ.
ആവശ്യത്തിന് ഭക്ഷണം, എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ ഒന്നും പറയാനില്ല. ഇനി ഭക്ഷണം കഴിഞ്ഞിട്ട് ബാക്കി കാഴ്ചകളിലേക്ക്. ഫുഡൊക്കെ വയറിറച്ച് കഴിച്ചതിന് ശേഷം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനൗൺസ്മെൻറ്റ് വന്നിട്ട്. അപ്പോൾ നമ്മുടെ ഇന്ന് 4ാമത്തെ ദിവസമാണത്. അപ്പോൾ ഡിഫറെൻറ്റ് ഫ്ലോറുകളിലായിട്ട് നമ്മുടെ പാസ്പോർട്ട് ഷിപ്പിൽ കയറുമ്പോൾ തന്നെ മേടിച്ച് വെക്കുമല്ലോ. അപ്പോൾ ആ പാസ്പോർട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓരോ ഫ്ലോറുകാർക്കും പ്രത്യേകം ഏരിയകളുണ്ട്. ഇപ്പം എല്ലാവർക്കും ഒരു സ്ഥലത്തു നിന്നല്ല. ഇപ്പം എൻ്റെ 7th ആണ്, അപ്പോൾ 6th അത് ഡെലിവറി ഉണ്ട്. അപ്പോൾ 4 മണിക്ക് മുമ്പായിട്ട് മേടിക്കണം. അതായത് 5ാം ദിവസം നാളെ രാവിലെ ഇറങ്ങേണ്ടതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പാസ്പോർട്ട് കളക്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഓരോ ഇൻസ്ട്രക്ഷൻസ് വരും. അതുപോലെ സിംഗപ്പൂരിൽ ഇറങ്ങാനുള്ള പാസ്, അത് ഇതിൻ്റെ QR കോഡ് ഫില്ല് ചെയ്യാനും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വഴിയെ പറയാം. അപ്പോൾ ആദ്യം കൂടെ പാസ്പോർട്ട് കളക്ട് ചെയ്തിട്ട് നമ്മുടെ പാസ്പോർട്ടൊക്കെ കളക്ട് ചെയ്തിട്ട് അപ്പോൾ ഓരോ ഡെക്കിനും അതായത് ടൈം അവർ കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിട്ട് അനൗൺസ്മെൻറ്റുകൾ വരും. അപ്പോൾ അതൊക്കെ നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷം റൂമിലെത്തി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ബാറ്ററി ഒക്കെ തീരാറായി. കാണുന്ന കാഴ്ച ബെഡൊക്കെ വിരിച്ച് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നോക്കിയാൽ ലഗേജ് ടാഗ് വെച്ചിട്ടുണ്ട്. അപ്പം തന്നെ അത് ടവലുണ്ട്. എൻ്റെ തന്നെ കൂളിംഗ് ഗ്ലാസ് മാലൊക്കെ ഇട്ടിട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. നോക്കിയേ, എൻ്റെ തന്നെ കൂളിംഗ് ഗ്ലാസ് മാലൊക്കെ ഇട്ട ഒരാൾ എഴുതിയിട്ടുണ്ട്. യെസ്, ഓക്കെ. ടിപ്പ് ഇട്ട് കൊടുക്കാനുള്ള കവറൊക്കെ വെച്ചിട്ടുണ്ട്. ലഗേജ് ടാഗ് വെച്ചിട്ടുണ്ട്. യെസ്, എല്ലാ ഇൻഫർമേഷനും അടങ്ങിയ പേപ്പറെല്ലാം വെച്ചിട്ടുണ്ട്. യെസ്, എന്നാലും ഒരു രക്ഷയില്ലാത്ത സർവീസ് കേട്ടോ. യെസ്, റൂം മൊത്തത്തിലുള്ള കാഴ്ച കണ്ടു കേട്ടോ. റൂമിൻ്റെ മൊത്തത്തിലുള്ള കാഴ്ച കണ്ടത് നമ്മുടെ സെറ്റ് മുതൽ എല്ലാ സംഭവങ്ങളും അടക്കി പറക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മളിനി കച്ചറാക്കിയല്ല ഉള്ളത് മാത്രമേ ഉള്ളൂ. യെസ്, ഇനി പുറത്തേക്കുള്ള കാഴ്ച കൊണ്ട് നമുക്ക് കാണാം. യെസ്, പുറത്തേക്കുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ കപ്പൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ച കേട്ടോ. കപ്പൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ച. യെസ്, ഇവിടെ വരുമ്പോൾ 7ാം നിലയിൽ നിന്നുള്ള കാഴ്ച നമ്മൾ കാണുന്നത്. യെസ്, കണ്ടില്ലേ, താഴെ ഉള്ളത് കുറച്ച് ഹൈറ്റ് കൂടുന്നവരും കുറച്ചും കൂടിയും നല്ല കാഴ്ചയാണ്. ഇപ്പോൾ ഒരു 10ാമത്തെ നിലയോടെ മുകളിലേക്കാണെങ്കിൽ കുറേയും കൂടി ബ്യൂട്ടി ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇതൊക്കെയാണ് കാണുന്നത്. ഞാൻ ആദ്യത്തെ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട്. വലിയ വലിയ കണ്ടെയ്നർ ഷിപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല ഷിപ്പുകൾ വരുന്നു പോകുന്നു. യെസ്, സിംഗപ്പൂരിനോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഷിപ്പുകളുടെ ആധിക്യം കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ. ഇത്ര നേരം അനന്തമായിട്ടുള്ള കടലായിരുന്നെങ്കിൽ ഇപ്പോൾ കുറേ ഷിപ്പുകളും ഫിഷിംഗ് ബോട്ടുകളും അവിടെയൊക്കെ കാണാനുണ്ട്. കടലിൽ നമ്മൾ ഒറ്റക്കല്ല, കൂട്ടുകാർ കുറേ പേരുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഇതൊക്കെയാണ് കാഴ്ചകൾ. ഒരുപാട് നീണ്ടു പോകുന്നുണ്ട്. എപ്പിസോഡുകൾ ഇങ്ങനെ മുറിച്ചൊക്കെ ഇടുന്നുണ്ട്. എന്തായാലും മാക്സിമം ഇൻഫോർമേറ്റീവ് ആണെന്ന് തന്നെ ഞാൻ കരുതുന്നു. കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക, കമൻറ്റ് ചെയ്യുക, അതനുസരിച്ച് എഴുതാം. അപ്പോൾ ഇനി ഒരു ഷിപ്പിൽ യാത്ര ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ വിദേശത്ത് നമുക്ക് സിംഗപ്പൂരിൽ നിന്ന് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത് സിംഗപ്പൂർ ടു സിംഗപ്പൂരും, സിംഗപ്പൂർ ടു മലേഷ്യ, തായ്ലൻഡ്, അങ്ങനെയുള്ള പല പാക്കേജസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ട്രിപ്പുകൾ ഞാൻ റെഡിയാക്കി തരാം. അതുപോലെ തന്നെ ചൈനയിൽ നിന്നുണ്ട്, ദുബൈയിൽ നിന്നുണ്ട്. ഇനിയിപ്പോൾ ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും, ഇപ്പോൾ നിങ്ങൾ US-ലുള്ളവരാണെങ്കിൽ അവിടെ നിന്നുള്ളത് വേണമെങ്കിൽ അതും നമ്മൾ റെഡിയാക്കി തരാം. നമുക്ക് ലോകത്ത് എവിടെയുള്ള ക്രൂസും ബുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഒരു കണ്ടെയ്നർ ഷിപ്പ് അങ്ങ് ദൂരേന്ന് വന്നുകൊണ്ടിരിക്കണം കേട്ടോ. യെസ്, ഒരുപാട് ഷിപ്പുകൾ കാണാനുണ്ട്. അപ്പോൾ ഇങ്ങനെ സന്തോഷം നിറഞ്ഞൊരു യാത്ര. ഇന്നൊരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും അത് അവസാനിക്കുകയാണ്. 5 ദിവസം പോയത് അറിഞ്ഞില്ല കേട്ടോ, ഒന്നും പറയാനില്ല. മുമ്പ് കയറിയപ്പോഴേ എന്താവും എങ്ങനെയാവും എന്നുള്ളതാണ്. 5 ദിവസം തീർന്നത് അറിഞ്ഞില്ല.